my dear students, welcome back to our class. നമ്മുടെ ലെയിൻ 24ൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 5 സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, യൂണിറ്റ് 5 നമുക്ക് പഠിക്കാനുള്ളത് 3 ചാപ്റ്റേഴ്സ് ആണ്. 2 ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, പിന്നെ ഒരു പോയം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, വാൻക. നമ്മുടെ 13th ചാപ്റ്റർ വാൻക, written by Anton Chekhov. Okay. So Anton Chekhov 1860 to 1904. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ട വർഷങ്ങൾ. He is a major Russian playwright, is one of the masters of modern short story. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? റഷ്യൻ പ്ലേ റൈറ്റ് ആണ്. പ്ലേ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ കൂടുതലായിട്ടും പ്ലേ ആണ് വന്നിട്ടുള്ളത്, നാടകങ്ങളാണ് വന്നിട്ടുള്ളത്. ആൻഡ് മാസ്റ്റർ ഓഫ് മോഡേൺ ഷോർട്ട് സ്റ്റോറി, നമ്മുടെ ആധുനിക രീതിയിലുള്ള പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ വെച്ച് ചെയ്തിരിക്കുന്ന ഷോർട്ട് സ്റ്റോറികളുടെ മാസ്റ്ററാണ് അദ്ദേഹം. ഹിസ് വർക്ക്സ് എക്സ്പ്ലോർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് ദ ഹ്യൂമൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ വർക്കുകളിലൂടെ നമ്മുടെ മനുഷ്യൻ്റെ എല്ലാ രീതിയിലുമുള്ള ചിന്തകൾ, തോന്നലുകൾ എല്ലാം അദ്ദേഹം പൂർണ്ണമായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ദേ പ്രൊവോക്ക് ദ റീഡേഴ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻ. പ്രൊവോക്ക് ചെയ്യാന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രചോദിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് അത് എന്ത് തന്നെ ആയാലും അത് കാണുന്ന അല്ലെങ്കിൽ വായിക്കുന്ന, കേൾക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിൻ്റെ പ്ലേകളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മോറോവർ, അതിലുപരിയായിട്ട് he is an outstanding representative of the late 19th century Russian realist school. ഇതിനെല്ലാം ഉപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19th സെഞ്ചുറി, 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ റഷ്യൻ റിയലിസ്റ്റ് സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് റിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥമായ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, റിയൽ ടു ലൈഫാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള റഷ്യൻ സ്കൂളുകളുടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്സ്റ്റാൻഡിങ് മെമ്പറാണ് കൂടെയാണ് ഇദ്ദേഹം, നമ്മുടെ ആൻഡൺ ചെക്കോഫ് എന്ന് പറയുന്ന റൈറ്റർ. ഹിസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ്, അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കുകൾ എന്ന് പറയുന്നത് 3 Sisters, The Cherry Orchid and The Lady with the Dog. അപ്പം ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡൺ ചെക്കോവ് ഏത് രാജ്യക്കാരനാണ്? റഷ്യൻ പ്ലേ റൈറ്റ് ആണ് നമ്മുടെ ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്ന ആൻഡൺ ചെക്കോവ്. അപ്പം നമുക്ക് പഠിക്കാനുള്ള വാൻക എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, പ്ലേ ഒന്നുമല്ല, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതിൽ പ്രധാനമായിട്ടും ആ പേര്, വാൻക എന്ന് പറയുന്ന പേര് ഒരു ക്യാരക്ടറിൻ്റെ തന്നെ പേരാണ്. ആ പേര് തന്നെയാണ് ഷോർട്ട് സ്റ്റോറിക്ക് കൊടുത്തിരിക്കുന്നതും. ആ ഷോർട്ട് സ്റ്റോറിയിലെ ഈ ക്യാരക്ടർ, അദ്ദേഹം എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് ഈ കഥയിലൂടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, റെഡിയല്ലേ? അപ്പം നമുക്ക് നമ്മുടെ ഷോർട്ട് സ്റ്റോറിയിലേക്ക് പോകാം. നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ നോട്ട് ആ സ്റ്റോറിയുടെ മുകൾ ഭാഗത്തായിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്കത് വായിച്ചിട്ട് സ്റ്റോറി തുടങ്ങാം. All children have rights, no matter who they are. എല്ലാ കുട്ടികൾക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. No matter who they are, അവർ ആരാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. Where they live, what their parents do. എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ എവിടെ ജീവിക്കുന്നവരായാലും, അവരുടെ പേരൻസ് എന്ത് ജോലി ചെയ്യുന്നവരായാലും, വാട്ട് ലാംഗ്വേജ് ദേ സ്പീക്ക്, അവർ ഏത് ഭാഷ സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും, വാട്ട് ദെയർ റിലീജിയൻ ഈസ്, അവർ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും, വെദർ ദേ ആർ ബോയ്സ് ഓർ ഗേൾസ്, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, വാട്ട് ദെയർ കൾച്ചർ ഈസ്, അവർ ഏത് കൾച്ചർ ഫോളോ ചെയ്യുന്നവരാണെങ്കിലും, ഏത് കൾച്ചറിലാണ് അവർ ജീവിക്കുന്നതെങ്കിലും, വെദർ ദേ ഹാവ് ഡിസബിലിറ്റി, അവർക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിലും, വെദർ ദേ ആർ റിച്ച് ഓർ പുവർ, അവർ പാവപ്പെട്ടവരാണെങ്കിലും പണമുള്ളവരാണെങ്കിലും, എങ്ങനെയാണ് എങ്കിലും എവറി ചിൽഡ്രൻ ഹാവ്
റൈറ്റ്സ്. എല്ലാ കുട്ടികൾക്കും അവരുടേതായ അവകാശങ്ങൾ ഉണ്ട്. But a majority of them are denied their rights in many ways. പക്ഷെ അതിൽ ഭൂരിഭാഗം കുട്ടികളുടെയും അവകാശങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Here is a story of a boy who faced lot of difficulties and was forced to leave his grandfather to work as an apprentice to a shoemaker in Moscow. അപ്പോൾ നമ്മുടെ സ്റ്റോറി എന്താണ്? നമ്മുടെ സ്റ്റോറിയുടെ പേര് വാൻക അല്ലേ? അപ്പോൾ ഈ വാൻക എന്ന് പറയുന്ന സ്റ്റോറി ഒരു ബോയുടെ സ്റ്റോറിയാണ്. ഒരു ചെറിയ പയ്യന്റെ കഥയാണ്. ആ കഥയിൽ പറഞ്ഞിരിക്കുന്നത് ദ പ്രോബ്ലംസ് ഹി ഫേസ്ഡ്. അവൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവന് എങ്ങനെയാണ് അവൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് നിന്നും നിർബന്ധപൂർവം മാറ്റപ്പെട്ട് വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോയത്. അപ്രന്റീസ് ആയിട്ടാണ് അവൻ ജോലിക്ക് കയറിയത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രന്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനി പോലെയാണ്. ശമ്പളം ഒന്നുമില്ല, ഒരു തൊഴിൽ പഠിക്കാൻ വേണ്ടി പോയി ഒരാളുടെ കീഴിൽ നിൽക്കുന്നു. അതിനെയാണ് അപ്രന്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഷൂ മേക്കർ, മോസ്കോയിലുള്ള ഒരു ഷൂ മേക്കറുടെ അപ്രന്റീസ് ആയിട്ട് ഈ ബോയ് പോവുകയാണ്. അവൻ്റെ വില്ലേജിൽ നിന്ന്, അവൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഗ്രാൻഡ് ഫാദറിനെയൊക്കെ വിട്ട് അവൻ പോവാൻ നിർബന്ധിതനായി തീരുകയാണ്. അങ്ങനെ അവൻ പോവുകയാണ്. അവൻ അവിടെ ചെന്നിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്, എന്തെല്ലാം പ്രോബ്ലംസ് ആണ് അവൻ ഫേസ് ചെയ്തത്, ഇതൊക്കെയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. ഇതാണ് നമ്മുടെ വാൻക എന്ന് പറയുന്ന കഥയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ കഥയെക്കുറിച്ച് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി അല്ലേ? ഇനി മുതലാണ് നമ്മൾ സ്റ്റോറി വായിച്ചു തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 145 സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. റെഡി അല്ലേ? മിസ് വായിക്കുകയാണ്. മിസ്സിന് കൂടെ കഥ കേൾക്കാൻ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. 9-year-old Vanka Zhukov, who had been apprenticed 3 enticed months ago to Alyakhin the shoemaker, did not go to bed on Christmas Eve. അപ്പൊ നമ്മുടെ കഥയിലെ കഥാനായകൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾ ആരാണ്? വാൻക ഷുക്കോവ് അല്ലേ? വാൻക ഷുക്കോവ് അപ്രന്റീസ് ആയിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹം ആലിയാഖിൻ എന്ന് പറയുന്ന ഒരു ഷൂ മേക്കറുടെ കൂടത്തിൽ അപ്രന്റീസ് ആയിട്ട്, ട്രെയിനി ആയിട്ട് തൊഴിൽ പഠിക്കാൻ, ഷൂ മേക്കിംഗ് പഠിക്കാൻ വേണ്ടി വന്ന് ചേർന്നിരിക്കുകയാണ്. അതൊരു ക്രിസ്മസ് ഈവനിങ് ആയിരുന്നു. അന്ന് രാത്രി അവൻ ഉറങ്ങിയില്ല. ഉറങ്ങാതെ അവൻ ആ ക്രിസ്മസ് രാത്രിയിൽ അവിടെ ഉണ്ട്. എവിടെയാണ്? മോസ്കോയിൽ. ഓക്കെ. ഹി വെയിറ്റഡ് till his master and mistress and the senior apprentices had gone to church. അപ്പം അവൻ അവൻ്റെ മാസ്റ്ററും, അതായത് ആലിയാഖിൻ അല്ലേ, ആലിയാഖിന് അദ്ദേഹത്തിൻ്റെ മിസ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഭാര്യയാണ്. ഭാര്യയും അതുപോലെ തന്നെ സീനിയർ ട്രെയിനീസും സീനിയർ അപ്രന്റീസസും ഒക്കെ ആ രാത്രിയിൽ പള്ളിയിലേക്ക് പോകുന്നത് വരെ അവൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ആൻഡ് ദെൻ took from the cupboard a bottle of ink and a pen with a rusty nib, spread out a crumpled sheet of paper. അവർ പോയി കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അവന് കബോർഡിൽ നിന്ന് ഒരു ഇങ്ക് ബോട്ടിൽ എടുത്തു, മഷിക്കുപ്പി അവനെടുത്തു, ഒരു പെന്നെടുത്തു, അതുപോലെ തന്നെ ചുരുണ്ടുപോയ ഒരു പീസ് പേപ്പറും അവനെടുത്തു. ആൻഡ് വാസ് ഓൾ റെഡി ടു റൈറ്റ്. എന്നിട്ട് അവന് എഴുതാനായിട്ട് തയ്യാറായിട്ട് ഇരുന്നു. ബിഫോർ ട്രേസിങ് ദ ഫസ്റ്റ് ലെറ്റർ, ആദ്യത്തെ ഒരു ചെറിയ വാക്കോ വാചകമോ എഴുതുന്നതിന് മുൻപ് തന്നെ he glanced several times anxiously at the door and window. പല തവണ അവന് ഗ്ലാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കുക, സൂക്ഷിച്ചു നോക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പം പല തവണ ഡോറിലേക്കും വിൻഡോയിലേക്കും അവൻ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. Peered at the dark icon with the shelves holding cobbler's last stretching on either side of it. അത് കഴിഞ്ഞിട്ട് അവൻ എന്താ നോക്കിയത്? അതുപോലെ തന്നെ കോബ്ലർ, ഷൂമേക്കറുടെ അവിടെയുള്ള ആ മോഡൽ, അതിൻ്റെ പിക്ചർ, അതുപോലെ അവിടെ ഡോറിലും വിൻഡോയിലും ഒക്കെ ഒരു തവണ കൂടി അവൻ നോക്കി ഉറപ്പ് വരുത്തി ആരും അവിടെ ഇല്ല എന്നുള്ളത്.
ആൻഡ് ഗേവ് എ ക്വയറിംഗ് സൈ. ക്വയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? വിറയ്ക്കുന്ന. സൈ എന്ന് പറഞ്ഞാൽ ഒന്ന് നെടുവീർപ്പെടുന്നതാണ് നമ്മൾ സൈ എന്ന് പറയുക. അതിനുശേഷം ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവനൊന്ന് നെടുവീർപ്പെട്ടു. ദ പേപ്പർ ലേ ഓൺ ദ ബെഞ്ച് ആൻഡ് വാൻഗ നെൽറ്റ് ഓൺ ദ ഫ്ലോർ അറ്റ് ദി ബെഞ്ച്. ആ ചുരുണ്ട പേപ്പർ അവൻ നിവർത്തി അവിടെ ആ ബെഞ്ചിലേക്ക് വെച്ചു. എന്നിട്ട് വാൻക എന്ത് ചെയ്തു? വാൻക എന്നാണല്ലോ നമ്മുടെ കഥാപാത്രത്തിന്റെ പേര്. അവൻ അവിടെ ആ ഫ്ലോറിലേക്ക് മുട്ടുകുത്തി അവിടെ ഇരുന്നു. എന്നിട്ട് പേപ്പർ ബെഞ്ചിൽ വെച്ചിട്ട് അവൻ എഴുതാൻ തുടങ്ങുകയാണ്. അപ്പൊ അവന്റെ ലെറ്റർ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഡിയർ ഗ്രാൻഡ് ഡാഡ് കൊനാസ്റ്റിൻ മാക്രിച്ച്. അപ്പൊ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ വാൻകയുടെ ഗ്രാൻഡ് ഫാദറിന്റെ പേരെന്താണ്? കൊനാറ്റിൻ മാക്രിച്ച്. ഇങ്ങനെ എഴുതുകയാണ്. ഹി റോട്ട്. അവൻ ഇങ്ങനെ എഴുതി: ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു യു. ഞാൻ അങ്ങേക്ക് ഒരു കത്ത് എഴുതുകയാണ്. ഐ സെൻഡ് യു ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ്. ഞാൻ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. ആൻഡ് ഹോപ്പ് ഗോഡ് വിൽ സെൻഡ് യു ഹിസ് ബ്ലെസ്സിങ്. ദൈവം അങ്ങേ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ആശംസിക്കുന്നു. ഐ ഹാവ് നോ ഫാദർ ആൻഡ് നോ മമ്മി ആൻഡ് യു ആർ ഓൾ ഐ ഹാവ് ലെഫ്റ്റ്. എനിക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല. എനിക്ക് വേണ്ടി ആകെ ഇനിയുള്ളത് അങ്ങ് മാത്രമാണ്. അതായത് എന്താണ്? അവന് അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയ കുട്ടിയാണ്. അവന് ഗ്രാൻഡ് ഫാദർ മാത്രമേ ഇനിയുള്ളൂ. ഗ്രാൻഡ് ഫാദർ മാത്രമേ അവൻ്റെതായിട്ട് ഇനി ഈ ലോകത്ത് ബാക്കിയുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ വാൻക എന്താണ് ഇനി ബാക്കി ലെറ്ററിൽ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. വാൻക റേസ്ഡ് ഹിസ് ഐസ് ടു ദ ഡാർക്ക് വിൻഡോ പെയിൻ ഇൻ വിച്ച് ദ റിഫ്ലക്ഷൻ ഓഫ് ദി ക്യാൻഡിൽ ഫ്ലിക്കർഡ്. വാൻക അവന്റെ കണ്ണുകൾ ഉയർത്തി ആ ജനാലയിലെ ഗ്ലാസ്സിലേക്ക് നോക്കി, വിൻഡോയുടെ ഗ്ലാസ്സിലേക്ക് നോക്കി. അവിടെ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് എന്നാണ് കേട്ടോ മീനിങ്. ആ ഗ്ലാസ്സിൽ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്. എന്തിൻ്റെയാണ്? ക്യാൻഡിൽ. ആ തിരിയുടെ വെട്ടം മങ്ങുകയും തെളിയുകയും ചെയ്യുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആ ജനലിൻ്റെ ഗ്ലാസ്സിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇൻ ഹിസ് ഇമാജിനേഷൻ ഹി ഡിസ്റ്റൻ്റ്ലി സോ ഹിസ് ഗ്രാൻഡ് ഡാഡ് കോൺസ്റ്റാന്റിൻ മാക്രിച്ച്. അപ്പൊ ഈ കത്ത് എഴുതാൻ തുടങ്ങിയ ഈ സമയത്ത് തന്നെ അവൻ അവന്റെ ഭാവനയിൽ അവന്റെ മുത്തശ്ശനായിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ഗ്രാൻഡ് ഡാഡ് എന്നാണ് ഇവിടെ സ്റ്റോറിയിൽ പറയുന്നത്. അവന്റെ ഗ്രാൻഡ് ഡാഡ് കൊനാസ്റ്റിൻ മാക്രിച്ചിനെ അത് ഇങ്ങനെ മനസ്സിൽ കണ്ടു. ഹി വാസ് എ നൈറ്റ് വാച്ച്മാൻ ഓൺ ദി എസ്റ്റേറ്റ് ഓഫ് സം ജെന്റിൽ ഫ്ലോക്ക് കോൾഡ് സീബ്രേവ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു? അദ്ദേഹം ഒരു നൈറ്റ് വാച്ച്മാൻ ആയിരുന്നു. അതായത് രാത്രിയിൽ കാവല് നിൽക്കുന്ന ഒരു വാച്ച്മാൻ ആയിരുന്നു നമ്മുടെ വാൻകയുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഹി വാസ് സ്മോൾ ലീൻ ഓൾഡ് മാൻ. എന്താണ്? അദ്ദേഹം വളരെ ചെറിയ മനുഷ്യനാണ്. അതുപോലെ തന്നെ മെലിഞ്ഞിട്ട് നല്ല പ്രായമുള്ള മനുഷ്യനാണ്. എബൌട്ട് 65. അദ്ദേഹത്തിന് 65 വയസ്സ് പ്രായമുണ്ട്. ബട്ട് റിമാർക്കബ്ലി ലൈവ്ലി ആൻഡ് അജൈൽ വിത്ത് എ സ്മൈലിംഗ് ഫേസ്. പക്ഷെ എന്താണ്? ആ നല്ല ചുറുചുറുക്കും പ്രസരിപ്പും ഒക്കെ ഉള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ഡാഡാണ് അദ്ദേഹം. ആൻഡ് ഐസ് ബ്ലറി വിത്ത് ഡ്രിങ്ക്. പക്ഷെ എന്താണ്? അദ്ദേഹം നന്നായി ഡ്രിങ്ക് ചെയ്യുന്നതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നന്നായി മദ്യപിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ വളരെ ബ്ലറി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണുകൾക്ക് മങ്ങലുണ്ടായിരുന്നു, നിറം വ്യത്യാസം ഉണ്ടായിരുന്നു. ഇൻ ദ ഡേ ടൈം ഹി ഐദർ സ്ലെപ്റ്റ് അറ്റ് ദ കിച്ചൺ. അപ്പൊ എന്ത് ചെയ്യും? പകൽ സമയത്ത് അദ്ദേഹം ഒന്നുകിൽ കിച്ചണിന്റെ ഒരു ഭാഗത്ത് കിടന്നുറങ്ങും. ഓർ സാറ്റ് ജോക്കിംഗ് വിത്ത് ദ കുക്ക് ആൻഡ് കിച്ചൺ മെയ്റ്റ്സ്. അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന വേലക്കാരോടും ഒക്കെ ആയിട്ട് അവിടെയുള്ള ജോലിക്കാരോട് തമാശകൾ പറഞ്ഞ് ഇരിക്കും. ഇൻ ദ നൈറ്റ് ഹി റാപ്ഡ് ഹിംസെൽഫ് ഇൻ എ ഗ്രേറ്റ് ഷീപ്പ് സ്കിൻ കോട്ട്. രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യും? ആ ചെമ്മരിയാടിൻ്റെ ഒക്കെ പോലെ നല്ല കമ്പിളിപ്പൊത പോലുള്ളൊരു നല്ല കോട്ട് പോലൊരു ഡ്രസ്സ് എടുത്ത് അദ്ദേഹം ധരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വോക്ക്ഡ് റൗണ്ട് ആൻഡ് റൗണ്ട് ദ എസ്റ്റേറ്റിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്ത് നടന്നുകൊണ്ടേയിരിക്കും. സൗണ്ടിങ് ഹിസ് റാറ്റിൽ. അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ചിലമ്പൽ ശബ്ദം പോലെ ഉണ്ട്. ആ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ റൗണ്ട് ചുറ്റി നടക്കും. 2 ആറ്റിൽ ഡോഗ്സ്. 2 നായകൾ അദ്ദേഹത്തിന് കൂടെയുണ്ട്. ഈൽ ആൻഡ് കാഷ്താങ്ക. 2 നായ്ക്കുട്ടികളുടെ പേരുകളാണവ. ഈൽ ആൻഡ് കാഷ്താങ്ക വുഡ് ഫോളോ ഹിം വിത്ത് ഡ്രോപ്പിംഗ് ഹെഡ്സ്. എന്താണ്? ഈ നായകൾ രണ്ടും എപ്പോഴും
അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അദ്ദേഹത്തിനോട് ചേർന്ന് ഇങ്ങനെ കൂടെ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതുവരെ മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. Ale dropping heads was named on account of his black coat and long resi-like body. അപ്പൊ എന്താണ്, ഈൽ എന്ന് പറയുന്ന ഒരു ഡോഗ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ഈലിന് കറുത്ത ബ്ലാക്ക് കോട്ട്, കറുത്ത രോമങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഈ റസൽ ലൈക്ക് ബോഡി, കീരിയുടേതുപോലെയുള്ള ശരീരപ്രകൃതിയായിരുന്നു ഈൽ എന്ന് പറയുന്ന നായ്ക്ക് ഉണ്ടായിരുന്നത്. ഹി വാസ് വണ്ടർഫുള്ളി റെസ്പെക്ട്ഫുൾ ആൻഡ് ഇൻസ്പേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും ഇങ്ങനെ യജമാനനായിട്ടുള്ള ഗ്രാൻഡ് ഡാഡിന്റെ സ്നേഹം വേണം എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എപ്പോഴും ഒട്ടിച്ചേർന്ന് ഇങ്ങനെ പറ്റിച്ചേർന്ന സ്നേഹം പ്രകടിപ്പിച്ച് നടക്കുന്ന ഒരു നായയായിരുന്നു ഈൽ എന്ന് പറയുന്നത്. He intimating had the same appealing glance on friends and strangers alike, but he inspired confidence in no one. അവന് ഭയങ്കര വാത്സല്യമൊക്കെ കാണിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അവനുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആളുകളുടെ വാത്സല്യമൊക്കെ അവന് മേടിച്ചെടുക്കാനായിട്ട് വളരെ നല്ല കഴിവുകളായിരുന്നു. അപ്പം അവൻ അപരിചിതരെയും അതുപോലെ തന്നെ അവനെ അറിയുന്ന ആളുകളെയും അറിയത്തില്ലാത്ത ആളുകളെയും അപരിചിതരെ അറിയുന്ന ആളുകളെ എല്ലാവരെയും അവന് പ്രത്യേകമായിട്ട് നോക്കുമായിരുന്നു. എല്ലാവരെയും അവൻ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. പക്ഷെ അവൻ ആർക്കും വലിയ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു ഡോഗൊന്നുമല്ല. ബട്ട് ഹി ഇൻസ്പയർഡ് കോൺഫിഡൻസ് ഇൻ നോ വൺ. ആർക്കും വലിയ കോൺഫിഡൻസ് ഒന്നും കൊടുക്കുന്ന ഒരു ഡോഗ് ആയിരുന്നില്ല. ഹിസ് ഡിഫറൻഷ്യൽ മാനർ ആൻഡ് ഡോസിലിറ്റി വെയർ പ്രീടെക്സ്റ്റ് ഫോർ ഹിസ് കണ്ണിങ്നെസ് ആൻഡ് ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആ ഡോഗിൻ്റെ ഒരു അനുസരിക്കുന്ന സ്വഭാവം. നമ്മൾ എന്ത് ഓർഡർ കൊടുത്താലും ആ ഓർഡർ അതേപടി അക്സെപ്റ്റ് ചെയ്ത് അത് സ്വീകരിച്ചു അതേപോലെ തന്നെ അനുസരണയുള്ള ഭാവം. ഓക്കെ, അതായിരുന്നു അവൻ എപ്പോഴും ഉണ്ടായിരുന്നത്. ആ സ്വഭാവം എന്ന് പറയുന്നത് എന്ത് ചെയ്യായിരുന്നു, പ്രീടെക്സ്റ്റ് ഫോർ ഹിസ് കണ്ണിങ്നെസ് ആൻഡ് ഹോസ്റ്റിലിറ്റി. അവൻ്റെ ശൗര്യവും വീര്യവും എല്ലാം ഇതിൻ്റെ ഇങ്ങനെ ഒരു മാസ്കിങ്ങിൻ്റെ അടിയിൽ അവനിങ്ങനെ മറച്ച് വെച്ചിരുന്നു. He was adept at stealing up to snap at a food, creeping into ice house or snatching a peasant's chicken. അപ്പോൾ എന്താണ്, അവനിങ്ങനെ വളരെ കാം ആൻഡ് കൂളായിട്ട് നടക്കും. എന്നിട്ട് ആളുകളുടെ കാലിൽ പോയി കടിച്ച് കീറും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഐസ് ഹൗസ് ഉണ്ട് അവിടെ. ഓക്കെ, ഈ ഐസ് ഹൗസിൻ്റെ അകത്ത് കയറി ഇവൻ ഒളിച്ചിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അയൽപക്കത്തുള്ള പെസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാർമേഴ്സ് അല്ലെ, കൃഷിക്കാർ, അവരുടെ കോഴികളെ മോഷ്ടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഈൽ എന്ന് പറയുന്ന ഈ ഡോഗ്. His hind legs had been slashed again and again. Twice he had been strung up. He was beaten with an inch of his life every week, but he survived it all. ഓക്കെ, അപ്പൊ അവനെ എല്ലാ ദിവസവും എന്ന് പറയുന്നല്ലോ ഓരോ ആഴ്ചയിലും അവൻ നല്ല അടി വാങ്ങിക്കുമായിരുന്നു. ബീറ്റൺ അപ്പ്, നല്ല അടി അവന് കിട്ടുന്നുണ്ടായിരുന്നു അവൻ്റെ ഈ സ്വഭാവങ്ങളും കുഴപ്പങ്ങളും എല്ലാം കൊണ്ട്. പക്ഷെ ഈ അടിയെല്ലാം കിട്ടുന്നുണ്ടെങ്കിലും അവൻ ഇതിനെല്ലാം അതിജീവിച്ചായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ഇതുവരെ? ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നമ്പർ 4. Granddad was probably standing at the gate at this moment. ഇത്രയും നേരം അവൻ ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു അല്ലേ? ഇതിപ്പോൾ പറയാണ്, അപ്പം ഈ സമയം വെച്ച് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ഫാദർ ശരിക്കും ഇപ്പം അവിടുത്തെ ഗേറ്റിൻ്റെ മുൻപിലായിട്ട് നിൽക്കുകയായിരിക്കും. സ്ക്രൂയിങ് അപ്പ് ഹിസ് ഐസ് ടു ലുക്ക് അറ്റ് ദ ബ്രൈറ്റ് റെഡ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ ചർച്ച് വിൻഡോസ്. പള്ളിയുടെ ജനാലയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചുവന്ന വെട്ടം, ആ ചുവന്ന വെളിച്ചം അത് നോക്കി നിൽക്കുകയായിരിക്കും അദ്ദേഹം. ഓർ സ്റ്റംപിങ് അബൌട്ട് ഇൻ ഹിസ് ഫെൽറ്റ് ബൂട്ട്സ് ഫുളിങ് വിത്ത് ദ സെർവൻസ്. അല്ലെങ്കിൽ എന്താണ്, അവിടെയുള്ള സെർവൻസുമായിട്ട് കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ഗ്രാൻഡ് ഫാദർ. റാറ്റിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ശബ്ദം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഹിസ് റാറ്റിൽ വുഡ് ബി ഫാസ്റ്റൻ ടു ഹിസ് ബെൽറ്റ്. അപ്പോൾ ഈ ശബ്ദം ഉണ്ടാക്കുന്ന ഈ റാറ്റിൽ അദ്ദേഹത്തിൻ്റെ ബെൽറ്റിനോടൊപ്പം തന്നെ മുറുക്കി അദ്ദേഹം വെച്ചിട്ടുണ്ടായിരിക്കും. ഹി വുഡ് ബി ത്രോയിങ് ഔട്ട് ഹിസ് ആംസ് ആൻഡ് ഹഗിങ് ഹിംസെൽഫ് എഗൻസ്റ്റ് ദ കോൾഡ്. അപ്പം എന്താണ്, നല്ല തണുപ്പുണ്ട്, ഡിസംബർ മാസമാണല്ലേ, ക്രിസ്മസ് ഉള്ള ടൈമാണ്. അപ്പം ആ സമയത്ത് നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് അദ്ദേഹം സ്വയം
തണുപ്പ് മാറാൻ വേണ്ടി നോക്കിക്കേ, ത്രോയിങ് ഔട്ട് ഹിസ് ആംസ് ആൻഡ് ഹഗ്ഗിങ് ഹിംസെൽഫ്. അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ തണുപ്പ് മാറാൻ വേണ്ടി സ്വയം ഇങ്ങനെ കൈകൾ മുറുക്കി കൂട്ടി കെട്ടി നിൽക്കുകയായിരിക്കും ഒരു പക്ഷേ. വിത്ത് ഹിസ് ഓൾഡ് മാൻസ് ടിറ്റർ, ഒരു എന്താണ് പ്രായമായ ഒരു മനുഷ്യൻ്റെ ഒരു രീതിയോടുകൂടി. പിഞ്ചിങ് എ മെയ്ഡ്, അല്ലെങ്കിൽ എന്തായിരിക്കാം, അവിടെയുള്ള ഏതെങ്കിലും ഒരു മെയ്ഡിനെ, ഒരു ഇലക്കാരിനെ ഒന്ന് പിഞ്ചിങ് ഞുള്ളി പറിച്ചിട്ടുണ്ടാവാം. ഓർ വൺ ഓഫ് ഹിസ് കുക്സ്, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു മറ്റേതെങ്കിലും ഒരു കുക്കിനെ. ഹാവ് എ നിപ്പ് ഹി വുഡ് സേ, ഒന്ന് ഞുള്ളി എടുത്തോളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. എന്താണ്? ഹോൾഡിങ് ഔട്ട് ഹിസ് സ്നഫ് ബോക്സ് ടു ദ വുമൺ. അവിടെയുള്ള ആ മെയ്ഡ്സിനെ ഒക്കെ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചെറിയ പൊടി വലിക്കുന്ന കുപ്പിയുണ്ട്. പൊടി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം മൂക്കിപ്പൊടി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിൻ്റെ ചെറിയ ഒരു ബോട്ടിൽ എപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ബോട്ടിൽ കയ്യിൽ എടുത്ത് പിടിച്ചിട്ടാണ് ഹാവ് എ നിപ്പ് എന്ന് അദ്ദേഹം അവിടെയുള്ള മെയ്ഡ്സിനോട് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് ചെറുതായിട്ട് ഞുള്ളിയെടുത്ത് ഒന്ന് മൂക്കിപ്പൊടി ഉപയോഗിച്ചോളൂ എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ദ വുമൻ വുഡ് ടേക്ക് എ പിഞ്ച് ആൻഡ് സ്നീസ്. അവിടെയുള്ള ആ പെൺകുട്ടികളപ്പം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ സ്ത്രീകൾ എന്ത് ചെയ്യും, അവരൊന്ന് എടുത്തിട്ട് ഇരുന്ന് മൂക്കിപ്പൊടി വലിച്ച് ഒന്ന് തുമ്മും. ഗ്രാൻഡ് ഫാദർ വുഡ് ബി ഓവർകം വിത്ത് ഡിലൈറ്റ്, ബ്രേക്കിംഗ് ഇൻ ടു ജോളി ലാഫ്റ്റർ ആൻഡ് ഷൗട്ടിങ്, ഗുഡ് ഫോർ ഫ്രോസൺ നോസസ്. അപ്പൊ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും, ഗ്രാൻഡ് ഫാദർ പൊട്ടിച്ചിരിച്ചിട്ട് ഇങ്ങനെ ഉറക്ക വിളിച്ച് പറയും, ഗുഡ് ഫോർ ഫ്രോസൺ നോസസ്. ഈ തണുപ്പത്ത് ഇങ്ങനെ മരവിച്ചിരിക്കുന്ന മൂക്കുകൾക്ക് മൂക്കിപ്പൊടി നല്ലതാണ് എന്ന് അദ്ദേഹം ഇങ്ങനെ പറയും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഈവൻ ദ ഡോഗ്സ് വുഡ് ബി ഗിവൺ സ്നഫ്. അപ്പൊ അദ്ദേഹം അങ്ങനെ മെയ്ഡ്സിനും അല്ലെങ്കിൽ കുക്സിനും മാത്രമൊന്നും അല്ല, അദ്ദേഹത്തിന് ഡോഗിനും അദ്ദേഹം ഈ സ്നഫ് കൊടുക്കാറുണ്ട്. കാഷ്താങ്ക വുഡ് സ്നീസ്, ഷേക്ക് ഹെർ ഹെഡ് ആൻഡ് വോക്ക് അവേ ഒഫൻഡഡ്. കാഷ്താങ്കയ്ക്ക് എന്താണ്, കുറച്ച് ദേഷ്യമൊക്കെ വന്നു. അവനിങ്ങനെ തലയൊക്കെ കുലുക്കി വാലാട്ടി അങ്ങ് നടന്നുപോയി. ബട്ട് ഈൽ എന്ത് ചെയ്തു? ടു പൊളൈറ്റ് ടു സ്നീസ്. എന്താണ്, അവന് ദുമ്മ ഭയങ്കര ഇഷ്ടമാണെന്ന് കാണിച്ച് അവൻ അവിടെ നിന്നു. വുഡ് വാഗ് ഹിസ് ടെയിൽ, അവൻ്റെ വാലൊക്കെ ആട്ടി ഇങ്ങനെ ഗ്രാൻഡ് ഡാഡിനോട് ചേർന്ന് നിന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, ആൻഡ് ദ വെദർ വാസ് ഗ്ലോറിയസ്. വെദർ എന്ന് പറയുന്നത് എന്താണ്? വളരെ നല്ല രാത്രിയായിരുന്നു, അല്ലെങ്കിൽ നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. ദ എയർ വാസ് സ്റ്റിൽ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫ്രഷ്. നല്ല അന്തരീക്ഷമായിരുന്നു, നല്ല ഫ്രഷ് എയർ ആയിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ ഡാർക്ക് നൈറ്റ്, നല്ല അന്ധകാരമുള്ള ഇരുണ്ട ഒരു രാത്രിയായിരുന്നു അത്. ബട്ട് ഓൾ വില്ലേജ് വിത്ത് ഇറ്റ്സ് വൈറ്റ് റൂഫ്സ്, ദ സ്മോക്ക് റൈസിംഗ് ഫ്രം ദ ചിമ്മിനീസ്, ദ ട്രീസ് സിൽവർ വിത്ത് റൈം, ദ സ്നോ ഡ്രിഫ്റ്റ്സ് കുഡ് ബി സീൻ ഡിസ്റ്റൻ്റ്ലി. അപ്പോൾ ഈ എയർ വളരെ ഫ്രഷ് ആയിട്ട് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഇരുന്നത് കൊണ്ട് തന്നെ ഈ വീടുകളുടെയൊക്കെ റൂഫുകൾ, അവരുടെ വില്ലേജ് മുഴുവനായിട്ട്, അതുപോലെ തന്നെ വീടുകളുടെ റൂഫിൽ നിന്ന് വരുന്ന, ചിമ്മിനിയിൽ നിന്ന് വരുന്ന വൈറ്റ് പുകകൾ അല്ലേ, ആ പുകകൾ, അതുപോലെ തന്നെ മരങ്ങൾ, ഇതെല്ലാം വളരെ നന്നായിട്ട് ഭംഗിയായിട്ടും അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ദ സ്കൈ വാസ് സ്പ്രിങ്കിൾഡ് വിത്ത് ഗെയിലി ട്വിങ്ക്ലിംഗ് സ്റ്റാർസ്. ആകാശം മുഴുവൻ നിറയെ നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ആൻഡ് ദ മിൽക്കി വേ സ്റ്റുഡ് ഔട്ട് ആസ് ക്ലിയർലി ആസ് ഇഫ് ന്യൂലി സ്ക്രബ്ഡ് ഫോർ ദ ഹോളിഡേ ആൻഡ് പോളിഷ്ഡ് വിത്ത് സ്നോ. എന്താണ് മിൽക്കി വേ എന്ന് പറയുന്നത്? നമ്മൾ സ്റ്റാർ കളക്ഷൻ ഓഫ് സ്റ്റാർസിനാണ് നമ്മൾ മിൽക്കി വേ എന്ന് പറയുന്നത് അല്ലേ, നക്ഷത്രക്കൂട്ടങ്ങൾക്ക്. അപ്പം ഈ മിൽക്കി വേ മുഴുവനായിട്ട് എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് കൊണ്ട് പോളിഷ് ചെയ്തെടുത്ത പുതിയ പുതിയ നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് പോലെ അത്രമാത്രം മനോഹരമായിരുന്നു ആ ആകാശത്തിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഓക്കെ, നല്ല ഭംഗിയായിട്ടാണ് ആന്റൺ ചെക്കോവ് ഈ ഭാഗമൊക്കെ എഴുതിയിരിക്കുന്നത് അല്ലേ. ഇത്ര വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം പ്രകൃതിയെയും അതിൽ കാണുന്ന കാഴ്ചകളെയൊക്കെ നല്ല ഭംഗിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് അല്ലേ. ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നമ്മുടെ വാൻക ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അതിനിടയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വാൻകയുടെ ലെറ്ററിന്റെ കണ്ടന്റിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. പാരഗ്രാഫ് 6. വാൻക സൈഡ്. വാൻക ഒന്ന് ദീർഘമായി നിശ്വസിച്ചു, ഒന്ന് നെടുവീർപ്പെട്ടു. ഡിപ്ഡ് ഹിസ് പെൻ ഇൻ ദ ഇങ്ക് ആൻഡ് വെന്റ് ഓൺ റൈറ്റിംഗ്. ആ പേന ആ മഷിയിൽ കുപ്പിയിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം
അവൻ ഇങ്ങനെ എഴുതാനായിട്ട് തുടങ്ങി. ആൻഡ് യെസ്റ്റർഡേ ഐ ഹാഡ് സച്ച് എ ഹൈഡിങ്. ഇന്നലെ എനിക്ക് ഒരുപാട് അടി കിട്ടിയിരുന്നു. ഹൈഡിങ് ദ മാസ്റ്റർ ടുക്ക് മീ ബൈ ദ ഹെയർ. അദ്ദേഹം മാസ്റ്റർ എൻ്റെ തലമുടിക്ക് പിടിച്ച് എന്നെ അടിച്ചു. ആൻഡ് ഡ്രാഗ്ഡ് മീ ഔട്ട് ഇൻ ടു ദ യാർഡ്. മുടിയിഴയ്ക്ക് പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് അദ്ദേഹം എന്നെ യാർഡ് മുറ്റത്തേക്ക് കൊണ്ടുവന്നിട്ടു. ആൻഡ് ബീറ്റ് മീ വിത്ത് ദ സ്ട്രാപ്പ്. സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുതിരപ്പുറത്ത് കയറി ഇരുന്ന് കുതിരയെ ഓടിക്കുമ്പോൾ നമ്മുടെ കാലുകൾ വെക്കാനായിട്ടുള്ള പടി പോലെയുള്ള ഒരു കൊളുത്താണ്. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് ബെൽറ്റ് ആണത്. അപ്പോൾ ആ ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എന്നെ തല്ലുന്നത് എന്നാണ് നമ്മുടെ വാൻക ഇവിടെ ഗ്രാൻഡ് ഡാഡിനോട് പറയുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണ്? ബൈ മിസ്റ്റേക്ക് ഐ വെന്റ് ടു സ്ലീപ്പ് വൈൽ റോക്കിംഗ് ദെയർ ബേബി. അബദ്ധവശാൽ മാസ്റ്ററിന്റെ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ എന്താണ്? മാസ്റ്ററിന്റെ കുഞ്ഞിനെ ഉറക്കുന്ന ജോലി വാൻകയ്ക്കുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഉറക്കിയ സമയത്ത് ഇവൻ എത്ര വയസ്സുള്ള കുട്ടിയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? വെറും 9 വയസ്സ്. 9 year old ബോയ് ആണ്. അപ്പൊ ഇവനും അറിയാതെ ഉറങ്ങിപ്പോയി. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവനിട്ട് അടി കിട്ടിയത്. ആൻഡ് വൺ ഡേ ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം, ദ മിസ്ട്രസ് ടോൾഡ് മീ ടു കട്ട് എ ഹെറിംഗ് ആൻഡ് ഐ ബിഗാൻ കട്ട് ദ ടെയിൽ ആൻഡ് ഷീ പിക്ഡ് അപ്പ് ദ ഹെറിംഗ് ആൻഡ് റബ്ഡ് മൈ ഫേസ് വിത്ത് ദ ഹെഡ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഫിഷ് കൊണ്ടുവന്നിട്ട് അത് കട്ട് ചെയ്യാനായിട്ട് മാസ്റ്ററിന്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഭാര്യ എന്നോട് പറഞ്ഞു. അതിന്റെ വാല് മുതലാണ്, ഫ്രം ദ ടെയിൽ, വാല് മുതലാണ് ഞാനത് വൃത്തിയാക്കാൻ തുടങ്ങിയത്. പക്ഷെ അവർക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എന്ത് ചെയ്തു? അത് പിടിച്ച് എൻ്റെ മുഖത്ത് വരയ്ക്കുകയും അതിൻ്റെ തല വെച്ചിട്ട് എന്നെ തല്ലുകയും ചെയ്തു. The other apprentices make fun of me. മറ്റുള്ള അപ്രന്റൈസസ്, അതായത് സീനിയേഴ്സ് ആയിട്ടുള്ള ട്രെയിനീസ് എന്നെ മോശമായി കളിയാക്കുന്നു. ആൻഡ് ദേ സെൻഡ് മീ ടു ദ ടവേൺ ഫോർ വോഡ്ക. വോഡ്ക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ മദ്യഷാപ്പിലേക്ക് വിടുന്നു. ആൻഡ് മേക്ക് മീ സ്റ്റീൽ ദ മാസ്റ്റേഴ്സ് ക്യൂക്കുംബേഴ്സ് ആൻഡ് ദ മാസ്റ്റർ ബീറ്റ്സ് മീ വിത്ത് ദ ഫസ്റ്റ് തിങ് ഹി ഫൈൻഡ്സ്. അതുപോലെ തന്നെ വോഡ്ക വാങ്ങിക്കാനും മാസ്റ്ററിന് ക്യൂക്കുംബേഴ്സ് എല്ലാം മോഷ്ടിക്കാനായിട്ടും അവരെന്നോട് ആവശ്യപ്പെടുകയാണ്. അതുകൂടാതെ മാസ്റ്റർ എന്ത് സാധനമാണോ കയ്യിൽ കിട്ടുന്നത്, ആ കിട്ടുന്ന സാധനം വെച്ചിട്ട് അദ്ദേഹം എന്നെ ക്രൂരമായി ഉപദ്രവിക്കുന്നു, അടിക്കുന്നു. ആൻഡ് ദെയർ ഈസ് നത്തിങ് ടു ഈറ്റ്. ഇവിടെ എനിക്ക് കഴിക്കാനായിട്ട് ഒന്നുമില്ല. ദേ ഗീവ് മീ ബ്രെഡ് ഇൻ ദ മോർണിംഗ്. അവരെനിക്ക് രാവിലെ റൊട്ടി കഷ്ണമാണ് തരുന്നത്. ആൻഡ് ഗ്രിൽ ഫോർ ഏർലി ഡിന്നർ ആൻഡ് ഇൻ ദ ഈവനിങ് ബ്രെഡ് അഗെയിൻ. കഞ്ഞി പോലെ ഒരു വസ്തു, അതാണ് അവരെനിക്ക് രാത്രിയിൽ തരുന്നത്. വീണ്ടും വൈകുന്നേരം എനിക്ക് ഒരു കഷ്ണം റൊട്ടി തരും. ബട്ട് ഐ നെവർ ഗെറ്റ് ടീ ഓർ ക്യാബേജ് സൂപ്പ്. എനിക്ക് ഒരിക്കൽ പോലും ഒരു ചായയോ ഒരു ക്യാബേജിന്റെ സൂപ്പോ ലഭിച്ചിട്ടില്ല. ദേ ഗോബിൾ ഇറ്റ് ഓൾ അപ്പ് ദംസെൽസ്. ഇത് മുഴുവനും കഴിക്കുന്നത് അവർ തനിയാണ്. ആൻഡ് ദേ മേക്ക് മീ സ്ലീപ്പ് ഇൻ ദ പാസേജ്. അവരെന്നെ ഇടനാഴി, ഇതിപ്പോൾ പാസേജ് എന്ന് പറഞ്ഞാൽ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകുന്നതിനൊരു ചെറിയ ഇടവഴി പോലെ ഉണ്ട്. ഓക്കെ, അപ്പം ആ വഴിയിൽ, ആ പാസേജിലാണ് അവരെന്നെ ഉറങ്ങാനായി കിടത്തുന്നത്. വെൻ ദെയർ ബേബി ക്രൈസ് ഐ ഡോണ്ട് ഗെറ്റ് എനി സ്ലീപ്പ് അറ്റ് ഓൾ. അവരുടെ കുട്ടി രാത്രിയിൽ ഇങ്ങനെ കരയുന്നതിനാൽ എനിക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഐ ഹാവ് ടു റോക്ക് ഇറ്റ്. എനിക്ക് ആ കുഞ്ഞിനെ ഉറക്കേണ്ടതായിട്ടുണ്ട്. ഡിയർ ഗ്രാൻഡ് ഡാഡ്, പ്രിയപ്പെട്ട ഗ്രാൻഡ് ഡാഡ്, പ്രിയപ്പെട്ട മുത്തശ്ശ, ഫോർ ദ ഡിയർ ലോർഡ്സ് സേക്ക് ടേക്ക് മീ എവേ ഫ്രം ഹിയർ. ദൈവത്തെ ഓർത്ത് എന്നെ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. ടേക്ക് മീ ഹോം ടു ദ വില്ലേജ്. എന്നെ ഇവിടെ നിന്നും നമ്മുടെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. ഐ കാൺറ്റ് ബിയർ ഇറ്റ് എനി ലോങ്ങർ. ഇനിയും എനിക്ക് ഇതൊന്നും സഹിക്കാനായിട്ട് സാധിക്കുകയില്ല. ഓ ഗ്രാൻഡ് ഡാഡ്, പ്രിയപ്പെട്ട മുത്തശ്ശ, ഐ ബെഗ് ആൻഡ് ഇംപ്ലോർ യു. ഞാൻ അങ്ങയോട് കാല് പിടിച്ച് കേണപേക്ഷിക്കുകയാണ്. ആൻഡ് ഐ വിൽ ഓൾവേസ് പ്രേ ഫോർ യു. ഞാൻ എപ്പോഴും അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഡു
ടേക്ക് മീ അവേ ഫ്രം ഹിയർ ഓർ ഐ വിൽ ഡൈ. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോകും. ഇതാണ് വാൻഗ ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന കുറേ ഭാഗങ്ങൾ. ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? എത്ര മോശപ്പെട്ട ക്രൂരമായ അനുഭവങ്ങളാണ് വാൻഗയ്ക്ക് മോസ്കോയിൽ അവൻ്റെ മാസ്റ്ററിനെയും ഫാമിലിയിൽ നിന്നൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതെന്നുള്ളതാണ്. അപ്രന്റൈസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ്, സാലറി ഇല്ല, പൈസ ഒന്നും ലഭിക്കുകയില്ല. ഒരു തൊഴിൽ പഠിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവൻ അവിടെ പോയിരിക്കുന്നത്. അപ്പം അവൻ കുട്ടിയായിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് അവനോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? അപ്പൊ ഇതുവരെയുള്ള കഥയുടെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ, അല്ലേ? ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ദി 7th paragraph. Vanka's lips twitched. He rubbed his eyes with a black head fist and gave a sob. അപ്പൊ അവന്റെ ഇത്രയും അനുഭവങ്ങളെല്ലാം അവൻ ഈ കത്തിൽ എഴുതി കഴിഞ്ഞപ്പോഴത്തേനേയും അവന്റെ ചുണ്ടുകള് ഭയങ്കരമായിട്ട് വിറച്ചു. എന്തുകൊണ്ടാണ്? അവൻ അനുഭവിച്ച വിഷമങ്ങൾ കാരണം. അവൻ അവന്റെ കണ്ണുകള് അമർത്തി തിരുമി, എന്നിട്ട് അവൻ വല്ലാതെ കരഞ്ഞു. സോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുക എന്നാണ്. ഐ വിൽ ഗ്രൈൻഡ് യുവർ സ്നഫ് ഫോർ യു, ഹി വെന്റ് ഓൺ. എന്നിട്ട് അവൻ ഇങ്ങനെ എടുത്തു വീണ്ടും തുടർന്നു. ഞാൻ നിങ്ങൾക്ക് മൂക്കിപ്പൊടി വലിച്ച് തരാം, അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഐ വിൽ പ്രേ ഫോർ യു ആൻഡ് യു ക്യാൻ ഫ്ലോഗ് മീ ആസ് ഹാഡ് ആസ് യു ലൈക്ക്. ഇതിനാണ് പറഞ്ഞേക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ, നിങ്ങൾക്ക് എങ്ങനെയാണോ എന്നെ അടിക്കാൻ സാധിക്കുന്ന, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്നെ തല്ലാം. ഇഫ് ഐ ആം ലോഗ് നോട്ടി, ഞാൻ എന്തെങ്കിലും കുസൃതികളോ കുരുത്തക്കേടുകളോ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവുന്നത് പോലെ എന്നെ തല്ലാം. ആൻഡ് ഇഫ് യു തിങ്ക് ദർ ഈസ് നത്തിങ് ഫോർ മീ ടു ഡു, ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ, ഐ വിൽ ആസ്ക് ദ സ്റ്റുവാർഡ് ടു ടേക്ക് പിറ്റി ഓൺ മീ. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യസ്ഥൻ്റെ ബൂട്ടുകൾ ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കാം. ഓർ ഐ വിൽ ഗോ ആസ് എ ഷെപ്പേർഡ് ബോയ് ഇൻസ്റ്റെഡ് ഓഫ് ഫെഡിയ. ഫെഡിയയ്ക്ക് പകരമായിട്ട് ഒരു ഷെപ്പേർഡ്, ആട്ടിടയനായിട്ട് വേണമെങ്കിൽ ഞാൻ ജോലിക്ക് പോയിക്കോളാം. ഡിയർ ഗ്രാൻഡ് ഡാഡ്, പ്രിയപ്പെട്ട മുത്തശ്ശ, ഐ ക്യാൻ സ്റ്റാൻഡ് ഇറ്റ്, എനിക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് കില്ലിങ് മീ, ഇതെന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഐ തോട്ട് ഐ വുഡ് റൺ അവേ ഓൺ ഫുട്ട് ടു ദ വില്ലേജ്. എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ നിന്നും വില്ലേജിലേക്ക്, നമ്മുടെ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ഓടണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഐ ഹാവ് നോ ബൂട്ട്സ് ആൻഡ് ഐ ആം അഫ്രെയ്ഡ് ഓഫ് ദി ഫ്രോസ്റ്റ്. പക്ഷേ ഇവിടുത്തെ തണുപ്പിനെ എനിക്ക് ഭയമാണ്, അത് തന്നെയുമല്ല എനിക്ക് ബൂട്ടുകൾ ഇല്ല. ആൻഡ് വെൻ ഐ ഗ്രോ അപ്പ് ടു ബി എ മാൻ ഐ വിൽ ലുക്ക് ആഫ്റ്റർ യു. പക്ഷേ ഞാൻ വളർന്ന് ഒരു വലിയ പുരുഷനായി കഴിയുമ്പോഴേക്കും ഞാൻ തീർച്ചയായും നിങ്ങളെ നന്നായി നോക്കിക്കൊള്ളാം. ആൻഡ് ഐ വിൽ നോട്ട് ലെറ്റ് എനി വൺ ഹേർട്ട് യു. മറ്റാരും നിങ്ങളെ വിഷമിപ്പിക്കാനായിട്ട് ഞാൻ അനുവദിക്കുകയില്ല. ആൻഡ് വെൻ യു ഡൈ I will pray for your soul like I do for my mummy. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ, ഇപ്പോൾ ഞാൻ എൻ്റെ മമ്മിക്ക് വേണ്ടി എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതേപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊള്ളാം. അപ്പൊ ഈ വാൻകയുടെ ഈ വാക്കുകളിലൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? എന്തുമാത്രം വിഷമമാണ് വാൻക അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ എന്തുമാത്രം മോസ്കോയിൽ നിന്നും വിട്ട് തിരികെ അവൻ്റെ ഗ്രാൻഡ് ഡാഡിൻ്റെ കൂടെ അവരുടെ വില്ലേജിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അവൻ എത്രമാത്രം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മോസ്കോ ഈസ് സച്ച് എ ബിഗ് ടൗൺ. മോസ്കോ എന്ന് പറയുന്നത് അത്ര വലിയ ഒരു പട്ടണമാണ്. There are so many gentlemen's houses and such a lot of horses. ഇവിടെ നല്ല ധനികന്മാരായിട്ടുള്ള ഒത്തിരി ആളുകളുടെ വീടുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ കുതിരകളും ഉണ്ട്. And no sheep and the dog are not a bit fierce. പക്ഷെ ഇവിടെ ആടുകൾ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അവിടുത്തെ നായ്ക്കള് ഒട്ടും തന്നെ ദേഷ്യക്കാരും അല്ല.
The boys in the town don't roam the streets with stars. അപ്പം ഈ നാട്ടില് ഇവിടെയുള്ള ആൺകുട്ടികൾ ഇവിടുത്തെ പകൽ സമയത്ത് അല്ലെങ്കിൽ ഈ ക്രിസ്മസ് സമയത്ത് ഇങ്ങനെ നക്ഷത്രങ്ങളെയും കൊണ്ട് ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് ചെയ്യുന്നത്. They were also seen selling fishing hooks that could even hold a sheat fish weighing 30 pounds. അപ്പം ഇവിടെയുള്ള പലരും എന്താണ് ചെയ്യുന്നത്? ഫിഷിംഗ് ഹുക്കുകൾ, മീനെ പിടിക്കാനായിട്ടുള്ള ചൂണ്ടകൾ വിൽക്കുന്നുണ്ട്. അതായത് 30 പൗണ്ട് വരെ തൂക്കമുള്ള വലിയ മീനുകളെ, മുഷിയെ പോലുള്ള വലിയ മീനുകളെയൊക്കെ പിടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ചൂണ്ട ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് നമ്മുടെ വാൻക പറയുന്നത്. There are shops that have all sorts of guns just like the ones the master has at home. എൻ്റെ മാസ്റ്ററുടെ വീട്ടിലുള്ള അതേപോലത്തെ വലിയ ഗൺസ്, തോക്കുകൾ വിൽക്കുന്ന കടകളും ഇവിടെയുണ്ട്. They must cost 100 rubles each. 100 rubles എങ്കിലും ആകും അതിൻ്റെ വില എന്ന് പറയുന്നത്. In the butcher's shop they sell gross food, coke and hairs about which they don't say where they were shot. Butchers എന്ന് പറഞ്ഞാൽ എന്താണ്? കശാപ്പുകാരുടെ കടയിൽ അതുപോലെ ഗൂസ്, വുഡ്കോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുകോഴികളാണ്. അതുപോലെയുള്ള മൂയൽ, ഹെയർ എന്ന് പറഞ്ഞാൽ മൂയൽ, ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷെ ഇതൊക്കെ എവിടെ നിന്നാണ് അവർക്ക് ലഭിച്ചതെന്നുള്ള കാര്യം അവർ ആരോടും പറയാറില്ല, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് ചോദിച്ചാൽ അതൊന്നും നമ്മളോട് അവർ പറയാറില്ല എന്നാണ് വാൻക ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡിയർ ഗ്രാൻഡ് ഡാഡ്, when they have a Christmas tree at the big house, take a glinda nut for me and put it away in the green chest. Ask Miss Olga Ignatova, tell her it's for Vanka. അപ്പം ഈ ലെറ്ററിൻ്റെ കുറച്ച് ഭാഗത്ത് വീണ്ടും അവൻ ഗ്രാൻഡ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാൻഡ് അവിടുത്തെ വലിയ വീട്ടിലെ വലിയ ആഘോഷങ്ങൾ, ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടക്കുമ്പം ഓൾഗ ഇഗ്നാറ്റവയോട് പറഞ്ഞിട്ട് അവിടെ ഒരു നട്ട് എടുത്ത് ഒരു പെട്ടിയിൽ നിക്ഷേപിച്ചു വെക്കണം. എന്നിട്ട് അവരോട് പറയണം ഇത് എൻ്റെ വാൻകയ്ക്ക് വേണ്ടിയാണ് എന്ന് അവരോട് പറയണമെന്ന് വാൻക ഗ്രാൻഡ് ഡാഡിനോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ?